എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളിൽ ഒന്നാണ് കടലും കടലോരത്തെ കാഴ്ചകളും. അതിമനോഹരമായ സൂര്യാസ്തമയം, ആർത്തിരമ്പുന്ന തിരമാലകൾ, തഴുകിയെത്തുന്ന കാറ്റ്, കളിച്ച് രസിച്ച് നടക്കുന്ന കുട്ടികൾ, അവിടെ ഇവിടെയൊക്കെയായിട്ട് കാണപ്പെടുന്ന കച്ചവടക്കാർ, ഉപജീവനത്തിനെന്നവണ്ണം വള്ളത്തിലും അല്ലാതെയുമായി മീൻ പിടിക്കുന്ന തീരദേശവാസികളും, അങ്ങ് ദൂരെ കാണുകയും പെട്ടെന്ന് തന്നെ മറയുകയും ചെയ്യുന്ന കപ്പലുകളുമെല്ലാം കടൽ തീരത്തെ വളരെ ആകർഷകമാക്കുന്നുണ്ട്. കൈത്താക്കാലം ആറാം ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ ഇത്ര മനോഹരമായ കടലിന് അതിഭയാനകമായ മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരടങ്ങുന്ന ഒരു വലിയ ജനാവലിയെ ഈശോ ഭക്ഷിച്ച് തൃപ്തരാക്കിയ വലിയ അത്ഭുതത്തിന് ശേഷം സുവിശേഷത്തിൽ നാം വായിക്കുന്ന അത്ഭുതമാണ് ഈശോ കടലിനെ ശാന്തമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ശിഷ്യന്മാർ തനിയെ വഞ്ചിയിൽ കയറി കഫർനാമിലേക്ക് യാത്ര പോയി എന്നാണ്. എന്നാൽ വിശുദ്ധ മത്തായിയും വിശുദ്ധ മാർക്കോസും ഒരേപോലെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ്: ഈശോ അവരെ വഞ്ചിയിൽ യാത്രയാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി എന്നാണ്. യാത്രാമധ്യേ ശിഷ്യന്മാർക്ക് 2 പ്രധാന പ്രശ്നങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. ഒന്ന് ഇരുട്ട്, 2 ശോഭിച്ച കടൽ. ഇരുട്ട് സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവത്തെയും ശോഭിച്ച കടൽ തിന്മയുടെ ശക്തിയെയുമാണ്. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം കടൽ എന്നത് തിന്മയുടെ ശക്തികളുടെ താവളമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും രാത്രിയിൽ കടലിൽ യാത്ര ചെയ്യാറില്ലായിരുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് നാം വായിക്കുന്നത് ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനു മീതെ നടന്നു വരുന്ന യേശുവിനെ പറ്റിയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് മീതെ നടക്കുക എന്നത് അമാനുഷികമായ ഒരു കഴിവ് മാത്രമല്ല, മറിച്ച് തൻ്റെ സൃഷ്ടിയുടെ മേലുള്ള പൂർണ്ണ അധികാരത്തെ വെളിപ്പെടുത്തുന്നത് കൂടിയാണ്. വെള്ളത്തിന് മീതെ നടന്നു വന്ന യേശു ശിഷ്യന്മാരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ഞാനാകുന്നു എന്ന പദത്തിൻ്റെ ഗ്രീക്ക് മൂലം ഏഗോ എയ്മി എന്നതാണ്. അതായത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മുൾപടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച പദങ്ങളാണ് യേശുവും ഉപയോഗിച്ചത്. അത്ഭുതവും അമാനുഷികമായ എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ കാണാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ യുവാക്കളുടെ മനസ്സിൽ അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ ഇടം നേടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈശോ നമുക്ക് തരുന്ന വാഗ്ദാനം ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മളൊക്കെ സൂപ്പർ ഹീറോസ് എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഈ സൂപ്പർമാനും സ്പൈഡർമാനൊന്നും ആരെയും രക്ഷിക്കാൻ വന്നില്ല. പകരം അവിടെ സൂപ്പർ ഹീറോസായി മാറിയത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഫിഷർമാൻ ആയിരുന്നു. തിബേരിയാസ് കടൽ തീരത്ത് നിന്ന് കഫർനാമിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ശിഷ്യന്മാർ താണ്ടിയത് വെറും 30 സ്ഥാദിയോൻ ദൂരം, അതായത് പകുതി ദൂരം മാത്രം. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ അവർ പോകാൻ ഉദ്ദേശിച്ചിരുന്ന തീരത്തോട് വഞ്ചി അടുത്തു എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും തളർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം അവിടെ ഉണ്ടെന്നുള്ള ബോധ്യവും ആത്മവിശ്വാസവും ധൈര്യത്തോടെ മുന്നേറാനുള്ള കരുത്തുമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൃപയ്ക്കായി ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.